സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹനാഥൻ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ദർശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുള്ള വന്ദനം ഞാൻ അറിയിക്കുന്നു. വീണ്ടും ഒരു സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല ദിനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളും സന്ദേശങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നു എന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ബൈബിളിലെ 7 പ്രത്യേക തോട്ടങ്ങൾ എന്നതാണ്. സ്തോത്രം. തോട്ടങ്ങളും അതിലെ പൂക്കളും എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ അനേക തോട്ടങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും അധികം ടൂറിസ്റ്റുകളെ അഥവാ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തോട്ടങ്ങളാണ് മൂന്നാറിൽ ഉള്ളത്. 3414 തോട്ടങ്ങളാൽ നിബിഡമായ മൂന്നാറിലെ തോട്ടങ്ങൾ കാണുവാൻ അനേകരാണ് ഓരോ ദിവസവും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ പ്രസിദ്ധമായ മുഗൾ ഗാർഡൻ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും. നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ തൊട്ടുപുറകിലായി അതിനോട് ചേർന്ന് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉദ്യാനം. വർഷത്തിൽ ഒരിക്കൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൊതുജനത്തിന് കാണുവാൻ അത് തുറക്കപ്പെടുമ്പോൾ ആയിരങ്ങളാണ് ഓരോ ദിവസവും ആ തോട്ടം കാണുവാനായിട്ട് വരുന്നത്. കഴിഞ്ഞ 45 വർഷം ഡൽഹിയിൽ സ്ഥിരമായി താമസിച്ച എനിക്ക് അത് പോയി കാണുവാൻ പലപ്പോഴും അവസരം ദൈവം നൽകിയിട്ടുണ്ട്. അതിമനോഹരമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ബൈബിളിലെ 7 പ്രത്യേക തോട്ടങ്ങൾ. ബൈബിളിൽ അനേക തോട്ടങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുമെങ്കിലും പ്രത്യേകമായ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 7 തോട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ബൈബിളിലെ ഒന്നാമത്തെ തോട്ടം ലൂസിഫറിനെ പാർപ്പിച്ച തോട്ടം. ദൈവത്തിന് പ്രധാന ദൂതന്മാർ 3 ആയിരുന്നു. അവരെ ആർക്കേഞ്ചൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൽ ഒന്നാമത്തെ ദൂതൻ മീഖായേൽ, യുദ്ധത്തിൻ്റെ മേധാവി, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക, ദൈവജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന മീഖായേൽ. 2 ഗബ്രിയേൽ, ദൈവത്തിൻ്റെ വാർത്തകൾ എല്ലായിടത്തും എത്തിക്കുവാൻ ഉപയോഗിക്കുന്ന വാർത്താ വിനിമയ മന്ത്രി എന്ന് വേണ്ടി വന്നാൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അനേക ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്കത് സംബന്ധിച്ച് കാണുവാനും കഴിയുന്നുണ്ട്. 3ാമത്തെ ദൂതനാണ് ലൂസിഫർ, സംഗീതത്തിൻ്റെ വിദഗ്ധനായ ലൂസിഫർ, അല്ലെങ്കിൽ സംഗീത പ്രമാണി എന്നൊക്കെ നമുക്ക് പറയുവാൻ കഴിയുന്ന ലൂസിഫർ. എന്തൊക്കെയായിരുന്നു ലൂസിഫറിൻ്റെ പ്രത്യേകതകൾ എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. 1, ജ്ഞാനസമ്പൂർണനായിരുന്നു. ജ്ഞാനസമ്പൂർണൻ എന്നാണ് ബൈബിൾ ലൂസിഫറിനെ വിശേഷിപ്പിക്കുന്നത്. 2ാമതായിട്ട് സൗന്ദര്യസമ്പൂർണനായിരുന്നു ലൂസിഫർ. എന്തുകൊണ്ടാണ് ഈ ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചത്? അതും ബൈബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം എന്നിവയാൽ മൂടപ്പെട്ട ഒരു കെരൂബായിരുന്നു ലൂസിഫർ. എന്ന് പറഞ്ഞാൽ നവരത്നങ്ങളാൽ മൂടപ്പെട്ടവനായിരുന്നു
ഈ ലൂസിഫർ. നവരത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട കെരൂബ് എന്ന നിലയിൽ വളരെ നീളം ലൂസിഫറിനുണ്ടായി. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ തൻ്റെ സിംഹാസനം വയ്ക്കുമെന്ന് താൻ മനസ്സിൽ പറഞ്ഞു. ലൂസിഫറിനെ ദൈവം ആ സ്ഥാനത്തുനിന്ന് വെട്ടി താഴെയിട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നത്. അപ്പോൾ ബൈബിളിലെ പ്രധാനപ്പെട്ട 7 തോട്ടങ്ങളിൽ ഒന്നാമത്തേത് ലൂസിഫറിനെ പ്രാർത്ഥിച്ച ഏദൻ തോട്ടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, പിടിപാടുകളിൽ ഉള്ളപ്പോൾ, മറ്റ് ബന്ധങ്ങൾ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ, സ്തോത്രം, നമുക്കും അല്പമൊക്കെ നിഗളം വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം ലൂസിഫറിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിഗളം എന്ന് പറയുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ്. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം അഥവാ നിഗളം എന്നാണ് ദൈവത്തിൻ്റെ ഭവനത്തിൽ കാണുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു അഹംഭാവം ജീവിതത്തിൽ ഉണ്ടാകുമോ? വീഴ്ച വളരെ പെട്ടെന്ന് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക. ലൂസിഫറിനുണ്ടായ ഗതികേട് നമുക്കാർക്കും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ബൈബിളിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ തോട്ടം ഏദൻ തോട്ടം ആയിരുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച ആദമിനെ അഥവാ മനുഷ്യനെ അവിടെയാക്കി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? 1, കാണുവാൻ ഭംഗിയുള്ളത്. 2, നല്ല ഫലപുഷ്ടമായ ഓരോ വൃക്ഷങ്ങളുള്ള തോട്ടം. 3, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ജീവവൃക്ഷം. 4, തോട്ടത്തെ നനപ്പാൻ ഒരു നദി അവിടെ നിന്ന് പുറപ്പെടുന്നു. മനോഹരമായ ഒരു പൂങ്കാവനം ദൈവം ഉണ്ടാക്കി ആദാമിനെ അതിലാക്കി അതിനെ കാപ്പാനും വേല ചെയ്യുവാനായിട്ടുമാണ് ആദാമിനെ അവിടെ ആക്കിയത്. ആ തോട്ടം നനപ്പാൻ ഒരു നദി അവിടെ ദൈവം ഉണ്ടാക്കി. അതിന് 4 ശാഖകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ശാഖയുടെ പേര് പീശോൻ. അതിൻ്റെ അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ ലോകത്തുള്ള ഒരു അളവുകോൽ കൊണ്ടും അളക്കുവാൻ കഴിയാത്ത നിലയിൽ ഉള്ള ശക്തിയാണ്. അതിനെ വെള്ളച്ചാട്ടത്തോട് ഉപമിക്കുന്നു. അതാണ് പീശോൻ. രണ്ടാമത്തത് സ്തോത്രം ഗീഹോൻ എന്ന പേര്. ഗീഹോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൃപകൾ അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നദി ഒഴുകുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം എത്തുമോ അവിടെയെല്ലാം സ്തോത്രം കൃപകളും കൃപാവരങ്ങളും നിറയുന്നു, സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എവിടെ കൃപാവരം കാണുമോ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് നാം തിരിച്ചറിയണം. 3-ാം ശാഖ ഹിദ്ദേക്കൽ എന്ന പേരിനാൽ അറിയും. അതിൻ്റെ അർത്ഥം ഉഗ്രശബ്ദം എന്നാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വേരിയ പ്രവൃത്തികളെ കാണിക്കുന്നതാണ് ഹിദ്ദേക്കൽ എന്ന 3-ാം ശാഖയുടെ അർത്ഥം. ദൈവത്തിന് മഹത്വം. ഏദൻ തോട്ടത്തിൽ ഒഴുകുന്ന നദിയുടെ 4-ാം ശാഖ ഫ്രാത്ത് എന്ന പേരിൽ അറിയും. ഫ്രാത്ത് എന്ന ഈ ശാഖ ഫലങ്ങൾ നൽകുന്നതാണ്. ഏദൻ തോട്ടത്തിൽ ഒഴുകുന്ന നദിയുടെ 4 ശാഖകളും സഭയാം തോട്ടത്തെ നനയ്ക്കുവാനായിട്ട്
ദൈവം സിംഹാസനത്തിൽ നിന്ന് ഒഴുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സാദൃശ്യമാണ് എന്ന് എസെക്കിയേൽ പ്രവചനം 47:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എസെക്കിയേൽ പ്രവചനം 47:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ആ നദി ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഏദേൻ പൂങ്കാവനത്തിൽ ഒഴുകുന്ന നദിയുമായിട്ട് സാദൃശ്യമുണ്ട് എന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ആദ്യ മനുഷ്യനെ പാർപ്പിച്ചിരുന്ന ഏദൻ തോട്ടം ഫലഭൂഷ്ടമായതും മനോഹരവുമായിരുന്നു. എന്നാൽ ആദമിനെയും തനിക്ക് തുണയായി കൊടുത്ത ഹവ്വയെയും ഏതിൽ നിന്ന് പുറത്താക്കി. ഒരു ദിവസം കൗശലക്കാരനായ പാമ്പ് സ്ത്രീയുടെ അടുക്ക് വന്ന് തോട്ടത്തിലെ യാതൊരു വൃക്ഷഫലവും നിങ്ങൾക്ക് തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. തോട്ടത്തിലുള്ള സകല വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയല്ല നിശ്ചയം, തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആവുകയും ചെയ്യൂ എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിച്ചത്? തങ്ങളുടെ സൃഷ്ടാവായ ദൈവം പറഞ്ഞത് അവിശ്വസിച്ചു. സാത്താൻ പറഞ്ഞത് സ്ത്രീ വിശ്വസിച്ചു. അവൾ പഴം പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പഴം പറിച്ചു തിന്നതിനേക്കാൾ ഉപരിയായ പാപം അഥവാ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, സാത്താൻ പറഞ്ഞതിനെ വിശ്വസിച്ചു, സൃഷ്ടാവായ ദൈവം പറഞ്ഞതിനെ അവിശ്വസിച്ചു. ഇന്നും നമ്മിൽ പലരും അങ്ങനെയല്ലേ? ദൈവത്തിൻ്റെ വാക്കുകളെ അഥവാ വചനത്തെ അവിശ്വസിക്കുന്നവരല്ലേ? ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവിശ്വസിച്ച് ചോദ്യം ചെയ്യുന്നവരല്ലേ? ദൈവത്തോട് മറുതലിക്കുന്നവരല്ലേ ഇന്ന് നമ്മളിൽ പലരും? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധി വരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മനോഹരമായ ഏദൻ പൂങ്കാവനത്തിൽ പാപമില്ലാതെ ജീവിക്കേണ്ട ഈ ആദമിനെയും ഔവയെയും അവിടുന്ന് പുറത്താക്കി. ഒരിക്കലും ഏദനിലേക്ക് തിരിച്ചു വരുവാൻ കഴിയാത്ത വിധത്തിൽ കെരൂബുകളെ തിരയുന്ന വാളുമായി അതിൻ്റെ കവാടത്തിൽ കാവലാക്കി. അങ്ങനെ ആദമിന് തിരിച്ചു വരുവാൻ കഴിയാതെ തോട്ടത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കപ്പെട്ടു. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ തോട്ടം നാബോത്തിൻ്റെ തോട്ടമാണ്. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ അരമനയ്ക്ക് സമീപം ഇസ്രായേല്യനായ നാബോത്തിന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. രാജാവ് ഒരു ദിവസം നാബോത്തിനെ സന്ദർശിച്ചിട്ട്, നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരിക, അതെനിക്ക് ചീരത്തോട്ടം ആക്കണം, അതിന് പകരം ഞാൻ വില തരാം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു നല്ല തോട്ടം നിനക്ക് തരാം എന്ന് പറഞ്ഞു. എന്നാൽ അതിന് നാബോത്തിന് മനസ്സിലായിരുന്നു. താൻ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ ഒരിക്കലും നിനക്ക് തരികയില്ല. ഈ വർത്തമാനം കേട്ട ആഹാബ് രാജാവ് തൻ്റെ അരമനയിലേക്ക് പോകുന്നു. അവിടെ വിഷണനായി തൻ്റെ കിടക്കയിൽ കിടക്കുന്നത് രാജ്ഞി കണ്ടു. കാര്യങ്ങൾ അന്വേഷിച്ചു. നടന്ന സംഭവം ഇസബേലിനോട് ആഹാബ് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഇസബേൽ ഒരു ഉപായം മെനഞ്ഞു. ഒരു കത്തെഴുതി. അത് നാബോത്തിൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർക്കും പ്രധാനികൾക്കും ഉള്ള കത്തായിരുന്നു. അതിൻ്റെ കണ്ടൻസ് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പട്ടണത്തിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കണം. ആ ഉപവാസത്തിൽ എല്ലാവരെയും ക്ഷണിക്കണം, ഒപ്പം നാബോത്തിനെയും ക്ഷണിക്കണം. ആ ഉപവാസത്തിൽ നാബോത്തിനെ പ്രധാന സ്ഥലത്ത് ഇരുത്തണം. എന്നിട്ട് പട്ടണത്തിലുള്ള 2 നീചന്മാരെ നാബോത്തിനെതിരായിട്ട് ദൂഷണം പറയുവാൻ ഒരുക്കണം. എന്താണ് അവർ പറയേണ്ടത് എന്നുകൂടി രാജ്ഞി ആ കത്തിൽ എഴുതിയിരുന്നു. ഈ നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദൂഷിക്കുന്നു എന്ന് ഈ നീചന്മാരെ കൊണ്ട് പറയിപ്പിക്കണം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുപോയി
കല്ലെറിഞ്ഞ് കൊല്ലണം. ഈ കത്ത് നാബോത്തിൻ്റെ പട്ടണത്തിലെ പ്രധാനികൾക്ക് കിട്ടി. അവർ അങ്ങനെ തന്നെ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. നാബോത്തിനെ വരുത്തി ദുഷ്ടന്മാരായ 2 പേർ നിന്നോ അവനെതിരായി സാക്ഷ്യം പറഞ്ഞു. ദൈവത്തെയും രാജാവിനെയും അവൻ നിന്ദിക്കുന്നു, ദുഷിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചു. അതോടെ പ്ലാൻ ചെയ്തിരുന്നത് പോലെ തന്നെ ഇവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഇടയായിത്തീർന്നു. ഈ വാർത്ത കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവ് എഴുന്നേറ്റ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈക്കലാക്കുവാൻ പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാ പ്രവാചകനോട് ഇടവിട്ടു, നീ ഒരു കാര്യം ചെയ്യ്, ആ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് നീ പോവുക. ആഹാബ് രാജാവ് അവിടേക്ക് വരുന്നുണ്ട്, അവനെ എതിരേൽക്കുക. എന്നിട്ട് അവനോട് പറയുക, നീ നികൃഷ്ട കാര്യം ചെയ്തുകൊണ്ട് ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഉന്മൂലം നാശം ചെയ്യും. പ്രവാചകൻ രാജാവിനെ എതിർപ്പെട്ടു, ഈ കാര്യം പറഞ്ഞു. അവൻ പെട്ടെന്ന് തന്നെ ദുഃഖത്തോടെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിക്കുവാനായിട്ട് തുടങ്ങി. അവനോടുള്ള ദൈവത്തിൻ്റെ കോപം മാറി. എന്നാൽ എന്താണ് ഇസബേലിന് സംഭവിച്ചത്? അവളെക്കുറിച്ചും ഒരു പ്രവചനം പ്രവാചകൻ പറഞ്ഞല്ലോ, അവളുടെ ശരീരം നായ്ക്കൾ തിന്നുമെന്ന്. ആഹാബിൻ്റെ സഹോദരനായ യേഹൂ ഒരു ദിവസം ഇസബേലിനെ കൊട്ടാരത്തിൻ്റെ ജനാലയിൽ കൂടി എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു. അതിന് ചുവരിൽ കിടന്ന് അവൾ മരിച്ചു. ഇസ്രായേലിലെ നായ്ക്കൾ അല്ലെങ്കിൽ തെരുവ് നായ്ക്കൾ അവളെ തിന്നു എന്നാണ് ചരിത്രം പറയുന്നത്. നോക്കുക, എന്തൊരു ദുർഗതി. രാജാവ് അനുദപിച്ചു, രട്ടിലും വെണ്ണീറിലും ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ആഹാബിനെ വിടുവിച്ചു. എന്നാൽ ഇസബേലിനെ ദൈവം വിടുവിച്ചില്ല. കാരണം ഒരു മനുഷ്യൻ്റെ കൊലപാതകത്തിന് കാരണക്കാരി അവളായിരുന്നു. അവളെ നായ്ക്കൾ തിന്നു എന്ന് ചരിത്രം അഥവാ ബൈബിൾ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ജീവിപ്പാൻ കഴിയുമെങ്കിൽ എത്രയോ ഭാഗ്യകരമായ അവസ്ഥയായിരിക്കും നമ്മുടെ അവസാനം എന്ന് ഓർത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 തോട്ടങ്ങളിൽ 3-ാമത്തെ തോട്ടമായിരുന്നു നാബോത്തിൻ്റെ തോട്ടം. ഇന്ന് ഈ മെസ്സേജ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. 4 തോട്ടങ്ങളെക്കുറിച്ച് ഇനി അടുത്ത ഓഗസ്റ്റ് 15-ാം തീയതിയുള്ള എൻ്റെ മെസ്സേജിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. അതുകൊണ്ട് മറക്കരുത്, അടുത്ത മാസം ഇതിൻ്റെ തുടർച്ച നിങ്ങൾ കേൾക്കുവാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.